നമസ്കാരം. അടുത്ത വർഷം ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കും. അതുവരെ സത്യത്തിൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡന് വേണമെങ്കിൽ മിണ്ടാതെ ഇരിക്കാമായിരുന്നു. പക്ഷേ ട്രംപ് പ്രസിഡന്റ് ആകുന്നത് കണ്ട് സഹിക്കാൻ കഴിയാത്ത ബൈഡൻ ഈ കുരുട്ടുബുദ്ധി കാണിച്ചത് വളരെ ഗുരുതരമായ ഒരു തെറ്റു തന്നെയായിപ്പോയി എന്ന് പറയാതെയും വയ്യ. അങ്ങനെ യുക്രൈന്റെ കൈവശമുണ്ടായിരുന്ന ദീർഘദൂര മിസൈലുകൾ റഷ്യയിലേക്ക് അയക്കാൻ ബൈഡൻ ഭരണകൂടം അനുമതി നൽകിയതും ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്ന് വേണം കരുതാൻ. ഇതെല്ലാം ഒടുവിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ എത്തിച്ചേക്കുമോ എന്നതാണ് ഇപ്പോൾ പലരും ഭയപ്പെടുന്നത്. ഒരാളുടെ ചൊറിച്ചിൽ എങ്ങനെയാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതിരിച്ചുവിടാൻ സാധിക്കുക എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമായി മാറുക തന്നെ ചെയ്യും ബൈഡന്റെ ഈ പ്രവൃത്തി. എന്തായാലും യുക്രൈന് കനത്ത തിരിച്ചടി നൽകി കഴിഞ്ഞ ദിവസം റഷ്യയും അവരുടെ കൈവശമുള്ള ഭൂഖണ്ഡാന്തര മിസൈലുകൾ അയച്ചിരുന്നു. കൂടാതെ ബ്രിട്ടൻ നൽകിയ സ്റ്റോം ഷാഡോ മിസൈലുകളും കഴിഞ്ഞ ദിവസം യുക്രൈൻ റഷ്യയെ ആക്രമിക്കാനായി ഉപയോഗിച്ചിരുന്നു. ഈ നടപടി റഷ്യയെ ബ്രിട്ടനെതിരായ നിലപാട് കൂടുതൽ ശക്തമാക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. സ്റ്റോം ഷാഡോ മിസൈലുകൾ റഷ്യയിലേക്ക് അയക്കാൻ ബ്രിട്ടൻ അനുമതി നൽകിയതിന്റെ അർത്ഥം ബ്രിട്ടനും തങ്ങൾക്കെതിരായ യുദ്ധത്തിൽ പങ്കുചേരുന്നു എന്നതാണെന്നാണ് യുകെയിലെ റഷ്യൻ അംബാസിഡർ കുറ്റപ്പെടുത്തിയത്. റഷ്യയിലെ കുർസ്ക് പ്രവിശ്യയിലെ തന്ത്രപ്രധാനമായ ഒരു സൈനിക ക്യാമ്പിലേക്ക് ഈ മിസൈൽ അയച്ചത് നാറ്റോ സഖ്യരാജ്യങ്ങളുടെ കൂടി സഹായത്തോടെയാണെന്ന് അംബാസിഡർ ആൻഡ്രി കിലിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിന് തിരിച്ചടിയായി റഷ്യ യുക്രൈനിലേക്ക് ഭൂഖണ്ഡാന്തര മിസൈൽ അയക്കുകയായിരുന്നു. ഈ വാർത്ത സത്യമാണെങ്കിൽ റഷ്യ ചെയ്യുന്നത് കടുത്ത അപരാധമാണെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചത്. സംഭവത്തെ ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയവും ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. ഇത് പുടിൻ നിരന്തരമായി പ്രകോപനം സൃഷ്ടിക്കുന്നത് തെളിവാണെന്നും യൂറോപ്യൻ യൂണിയൻ ചൂണ്ടിക്കാട്ടി. യുക്രൈനിൽ റഷ്യ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന്റെ ഭീകരമായ ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇവരെല്ലാം ഇപ്പോൾ വിമർശനവുമായി രംഗത്തെത്തുന്നത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും റഷ്യ നടത്തിയ ആക്രമണത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. മിസൈലിന്റെ വേഗതയും മറ്റു കാര്യങ്ങളും വിലയിരുത്തിയ യുക്രൈൻ സൈന്യം അത് ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചതായി സെലൻസ്കിയും വ്യക്തമാക്കി. എന്നാൽ ഇത് സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ ഇനിയും ലഭിച്ചിട്ടില്ല. യുക്രൈനിൽ സർക്കാരിന്റെ വിമാന നിർമ്മാണ കമ്പനി ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന മേഖലയായ നിപ്രോയിലാണ് റഷ്യ മിസൈൽ ആക്രമണം നടത്തിയത്. പോളണ്ടിലെ അമേരിക്കൻ സൈനിക താവളം ആക്രമിക്കുമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഇപ്പോഴത്തെ നീക്കങ്ങൾ ലോകത്തെ ആശങ്കയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. ആകെ യുദ്ധഭീതിയിലാണ് ലോകം. റഷ്യ ഉൾപ്പെടെ ലോകത്തെ വൻ സൈനിക ശക്തികളുടെ വലിയ ആണവ ശേഖരം തന്നെയുണ്ട്. സോവിയറ്റ് യൂണിയൻ വിഭജിക്കപ്പെട്ട സമയത്ത് റഷ്യക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആണവ സംവിധാനങ്ങളും ആണവായുധങ്ങളും ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും അധികം ആണവായുധങ്ങൾ കൈവശമുള്ള രണ്ടാമത്തെ രാജ്യം റഷ്യ തന്നെയായിരിക്കാനാണ് സാധ്യത. ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റ് എന്ന സംഘടനയുടെ കണക്കുകൾ പ്രകാരം റഷ്യയുടെ കൈവശം 5580 ആണവായുധങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. ഇവയിൽ 1200ഓളം കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു. എന്നാൽ 4380 എണ്ണം ഇപ്പോഴും കാര്യക്ഷമമാണ്. ഇവയിൽ തന്നെ 1710 എണ്ണം ഇപ്പോൾ തന്നെ ഏത് സമയത്തും ആക്രമണം നടത്താൻ ഉതകുന്ന തരത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ഇതിൽ തന്നെ 870 ആണവായുധങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകളിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. 640 എണ്ണം അന്തർവാഹിനികളിലും 200 എണ്ണം യുദ്ധവിമാനങ്ങളിലും തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. ദീർഘദൂരത്തിലും ഹ്രസ്വദൂരത്തിലും എല്ലാം തൊടുത്തുവിടാൻ കഴിയുന്നവയാണ് ഈ മിസൈൽ ശേഖരം. അമേരിക്കയുടെ കൈവശമുള്ളത് 5748 ആണവായുധങ്ങളാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരം സ്വന്തമായിട്ടുള്ളത് അമേരിക്കയ്ക്കാണ്. ഇവയിൽ 1419 എണ്ണം ഏത് നിമിഷവും ആക്രമണത്തിന് സജ്ജമാക്കിയിരിക്കുകയാണ്. നന്ദി.